ചുട്ടുപൊള്ളുകയാണ്. പല ജില്ലകളിലും 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതായത് സാധാരണയുള്ളതിനേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ. നാം വെന്തുരുകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നർത്ഥം. സംസ്ഥാനത്ത് ഇന്നും ചൂട് ശമനമില്ലാതെ തുടരുകയാണ്. ഫെബ്രുവരി 21, 22 തീയതികളിലെ കണക്കെടുത്താൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. കൊല്ലം, കോട്ടയം, പാലക്കാട്, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിലാണ് കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. എന്താണ് ഈ ചുട്ടുപൊള്ളലിന് കാരണം? എൽനിനോ പ്രതിഭാസം കനത്ത ചൂടിന് കാരണമാകുന്നു എന്നാണ് കണ്ടെത്തൽ. എന്താണ് എൽനിനോ എന്നല്ലേ? പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ മേഖലയിൽ സമുദ്രോപരിതലത്തെ അസാധാരണമാം വിധം ചൂട് പിടിപ്പിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ എന്നറിയപ്പെടുന്നത്. അതിൽ നിന്നുള്ള ചൂട് കാറ്റ് മറ്റിടങ്ങളിലേക്ക് എത്തുന്നതോടെ താപനില ഉയരും. അപ്രവചനീയമായ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പ്രതിഭാസം കാരണം ഭൂമിയിൽ ഉണ്ടാവുകയെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. ഭീകരമായ ചൂടിന്റെ പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ്. കനത്ത ചൂടിൽ സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൂര്യാഘാതവും നിർജ്ജലീകരണവും മരണത്തിന് വരെ കാരണമാകും. അതിനാൽ കനത്ത ജാഗ്രത വരും ദിവസങ്ങളിൽ ഉണ്ടാകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഉച്ചയ്ക്ക് 11 മണിക്കും 3 മണിക്കും ഇടയിൽ നേരിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് വിശ്രമം ലഭിക്കുന്ന രീതിയിൽ ജോലി സമയം ക്രമീകരിക്കേണ്ടതുണ്ട്. പുറത്തിറങ്ങുമ്പോൾ കുട ചൂടുക. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക എന്നിവ നിർബന്ധമായും ചെയ്യണം. അതിരൂക്ഷമായ ജലക്ഷാമവും വരും ദിവസങ്ങളിൽ നമ്മെ തേടിയെത്തിയേക്കാം. കാർഷിക മേഖലയെയും കനത്ത ചൂട് ബാധിക്കും. വെള്ളം കിട്ടാതെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതും നിത്യകാഴ്ചയായി മാറും. ഇങ്ങനെ ചൂടിന്റെ മീറ്റർ മുന്നോട്ട് കുതിച്ചാൽ നാം നേരിടേണ്ട സാഹചര്യങ്ങൾ നിരവധിയാണ്. ശ്രദ്ധയോടെ കരുതിയിരിക്കണമെന്ന് ചുരുക്കം.